എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2020 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 3 പരീക്ഷയുടെ പേപ്പർ 2 ആണ്. പേപ്പർ 1 സൈക്കോളജി നമ്മൾ ചർച്ച ചെയ്തു. ഇനി പേപ്പർ 2 ആണ്. പേപ്പർ 2-ൽ തന്നെ മലയാളം, ഇംഗ്ലീഷ് ഇതിങ്ങനെ രണ്ടെണ്ണം ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓരോന്നിലും 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 41 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങളാണ്. രണ്ടും 41 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ ഇഷ്ടമുള്ളത് നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മലയാളമാണ്. മലയാളത്തിന് മൊത്തം 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. ഗദ്യഭാഗം വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നു. ഇത് വായിക്കുക. എന്നിട്ട് 41 മുതൽ 45 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതിനാദ്യം ഈ പാരഗ്രാഫ് നന്നായി വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഏതു പ്രയത്നം ചെയ്യുമ്പോഴും സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം അതാണ് ലോകത്തിലെ ഏകമതം. അത് നമ്മുടെ നവോത്ഥാന കാലവും ആധുനിക കാലവും ഉൽപ്പാദിപ്പിച്ച മഹത്തായ ഒരു ആശയമാണ്. എന്നാൽ ഹെഡണിസം അഥവാ ആനന്ദവാദം എന്ന ബദൽ ആശയമാണ് വിപണി ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ശരീര കേന്ദ്രിതം മാത്രമായ ഒരു ലോകത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. ശരീരം വളരെ പ്രധാനമാണ്. കാരണം ശരീരം കൊണ്ടാണ് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന്റെ അപരലോകം ഉണ്ടാക്കുന്നത്. അത് ആദർശാധിഷ്ഠിതമായ ഒരു ശരീരമാണ്, മൂല്യാധിഷ്ഠിതമായ ഒരു ശരീരമാണ്, ആധുനികമായ ഒരു ശരീരമാണ്. അവിടേക്കാണ് ഹെഡണിസം വരുന്നത്. ആശയ കേന്ദ്രിതമായ ലോകത്ത് നിന്ന് ആശയമുക്തമായ ഒരു ലോകത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കുകയാണ് ഇതുവഴി മൂലധനം ചെയ്യുന്നത്. അങ്ങനെ ഒരു ആധുനിക ജന്തുവായി മനുഷ്യനെ രൂപപ്പെടുത്തുകയാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. അതിനെതിരെയുള്ള പ്രതിരോധമായിട്ട് സൗന്ദര്യശാസ്ത്രത്തെ മാറ്റുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദൗത്യം. ഈ പാരഗ്രാഫ് ഇങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം 41 മുതൽ 45 വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 41ാമത്തെ ചോദ്യം. അതാണ് ഏറ്റവും വലിയ അപകടം. ഏത്? അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പാരഗ്രാഫിൽ പറയുന്നു. ഏതിനെ കുറിച്ചാണ് പറയുന്നത്? എ. ജന്തുവിനെ മനുഷ്യനാക്കുന്നത്. ബി. ജന്തുവിനെ സ്നേഹിക്കുന്നത്. സി. മനുഷ്യനെ ആധുനിക ജന്തുവാക്കി മാറ്റുന്നത്. ഡി. മനുഷ്യൻ ആദർശവാനാകുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. മനുഷ്യനെ ആധുനിക ജന്തുവാക്കി മാറ്റുന്നത്. 42. ഏതു പ്രയത്നം ചെയ്യുമ്പോഴും സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം അതാണ് ലോകത്തിലെ ഏകമതം. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഏതു പ്രയത്നം ചെയ്യുമ്പോഴും സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം അതാണ് ലോകത്തിലെ ഏകമതം. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? എ. സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം എന്നിവയാണ് ഏവർക്കും വേണ്ടത്. ബി. സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം എന്നിവ പ്രധാനമല്ല. സി. സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം എന്നിവയിൽ ഒന്നും പ്രസക്തമല്ല. ഡി. സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം എന്നിവ ഒരു മതവും അംഗീകരിക്കുന്നില്ല. ആൻസർ എ ആണ്. സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം എന്നിവയാണ് ഏവർക്കും വേണ്ടത്. 43. മൂല്യാധിഷ്ഠിതം വിഗ്രഹിക്കുക. മൂല്യാധിഷ്ഠിതം എന്ന വാക്ക് വിഗ്രഹിക്കുക. എ. മൂല്യത്താൽ അധിഷ്ഠിതമാകാവുന്നത്. ബി. മൂല്യപരമായി അധിഷ്ഠിതമാവുന്നത്. സി. മൂല്യത്തിൽ അധിഷ്ഠിതമായത്. ഡി. മൂല്യവും അധിഷ്ഠിതവും. ആൻസർ സി ആണ്. മൂല്യത്തിൽ അധിഷ്ഠിതമായത്. മൂല്യാധിഷ്ഠിതം എന്നത് വിഗ്രഹിച്ചാൽ മൂല്യത്തിൽ അധിഷ്ഠിതമായത് എന്നാണ് ഉണ്ടാവുക. 44. ഇന്നത്തെ ഏറ്റവും വലിയ ദൗത്യം എന്താണ്? ഇന്നത്തെ ഏറ്റവും വലിയ ദൗത്യം എന്താണ്? എ. സൗന്ദര്യശാസ്ത്രം കൊണ്ട്
പ്രതിരോധം തീർക്കുക. ബി. സൗന്ദര്യശാസ്ത്രത്തെ വിപണിക്കായി പരുവപ്പെടുത്തുക. സി. സൗന്ദര്യശാസ്ത്രത്തെ നിരാകരിക്കുക. ഡി. സൗന്ദര്യശാസ്ത്രത്തിന് പ്രയോജനമില്ലെന്നറിയുക. ആൻസർ എ ആണ്. സൗന്ദര്യശാസ്ത്രം കൊണ്ട് പ്രതിരോധം തീർക്കുക. 45. ഹെഡണിസം മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഹെഡണിസം മുന്നോട്ട് വെക്കുന്നത് എന്താണ്? എ. ആശയ കേന്ദ്രിതമായ ഒരു ലോകം. ബി. ശരീര കേന്ദ്രിതമായ ഒരു ലോകം. സി. നിർമ്മമായ ഒരു ലോകം. ഡി. സ്നേഹാധിഷ്ഠിതമായ ഒരു ലോകം. ആൻസർ ബി ആണ്. ശരീര കേന്ദ്രിതമായ ഒരു ലോകം. അതാണ് ഹെഡണിസം മുന്നോട്ട് വെക്കുന്നത്. 46 ഒരു കവിതയാണ്. കണ്ടിട്ടില്ല ഞാനീ വിധം മലർ ചെണ്ടു പോലൊരു മാനസം, എന്തൊരത്ഭുത പ്രേമ സൗരഭം, എന്തൊരാദർശ സൗഭകം. ഈ കാവ്യഭാഗത്തെ ഓരോ വരിയിലും രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചിരിക്കുകയാണല്ലോ. ഈ പ്രത്യേകതയ്ക്ക് പറയുന്ന പേരെന്താണ്? അപ്പൊ ഈ കവിത നോക്കിയാൽ കണ്ടിട്ടില്ല ഞാനീ വിധം മലർ ചെണ്ടു പോലൊരു മാനസം, എന്തൊരത്ഭുത പ്രേമ സൗരഭം, എന്തൊരാദർശ സൗഭകം. ഈ കാവ്യഭാഗത്തെ ഓരോ വരിയിലും രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചിരിക്കുകയാണല്ലോ. ഈ പ്രത്യേകതയ്ക്ക് പറയുന്ന പേരെന്താണ്? എ. യമകം. ബി. അനുപ്രാസം. സി. ദ്വിതീയാക്ഷര പ്രാസം. ഡി. അന്ത്യപ്രാസം. ഉത്തരം ഏതാണ്? ഉത്തരം സി ആണ്. ദ്വിതീയാക്ഷര പ്രാസം. രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ദ്വിതീയാക്ഷരം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അക്ഷരം എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ദ്വിതീയാക്ഷര പ്രാസം. 47. ഇടക്കു കണ്ണീരുപ്പ് പുരട്ടാതെന്തിനു ജീവിത പലഹാരം എന്നെഴുതിയ കവി ആരാണ്? ഇടക്കു കണ്ണീരുപ്പ് പുരട്ടാതെന്തിനു ജീവിത പലഹാരം എന്നെഴുതിയ കവി ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ബി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. സി. എ. അയ്യപ്പൻ. ഡി. പണ്ഡിറ്റ് കറുപ്പൻ. ആൻസർ ബി ആണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടക്കു കണ്ണീരുപ്പ് പുരട്ടാതെന്തിനു ജീവിത പലഹാരം എഴുതിയത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. 48. നിഷ്ഫലമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ചൊല്ല് കണ്ടെത്തുക. നിഷ്ഫലമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ചൊല്ല് കണ്ടെത്തുക. എ. ചൊട്ടയിലെ ശീലം ചുടല വരെ. ബി. ചവിട്ടാതെ ചാടാമോ. സി. താൻ പാതി ദൈവം പാതി. ഡി. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കൽ. ഇതിൽ നിഷ്ഫലമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ചൊല്ലേതാണ്? ആൻസർ ഡി ആണ്. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കൽ. 49. താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥത്തിലുള്ള പദജോടി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥത്തിലുള്ള പദജോടി കണ്ടെത്തുക. എ. ആന ആണ്ട്. ബി. മുകിൽ മേഘം. സി. കാട് കയർ. ഡി. വെയിൽ വയൽ. അപ്പൊ ഇതിൽ പദജോടി ഒരേ അർത്ഥത്തിലുള്ള പദജോടി ഏതാണെന്നാണ് പറയേണ്ടത്. ആന ആണ്ട് ഒരേ അർത്ഥമാണോ? അല്ല. എന്നാൽ ബി ഒരേ അർത്ഥമാണ്. മുകിൽ മേഘം. അപ്പൊ ആൻസർ ബി ആണ്. 50. തന്നോട് തന്നെ പറയുന്ന വിധത്തിൽ എഴുതുന്ന രീതിയെ കുറിക്കുന്ന പദം ഏതാണ്? തന്നോട് തന്നെ പറയുന്ന വിധത്തിൽ എഴുതുന്ന രീതിയെ കുറിക്കുന്ന പദം ഏതാണ്? ഒരാൾ തന്നോട് തന്നെ പറയുന്ന പോലെ എഴുതുന്ന രീതി, അതിനെന്താ പറയാന്നാണ് ചോദ്യം. എ. ബോധധാര. ബി. സ്വഗതാഖ്യാനം. സി. നാടകീയാഖ്യാനം. ഡി. കാൽപ്പനികത. ആൻസർ ബി ആണ്. സ്വഗതാഖ്യാനം. സ്വഗതാഖ്യാനം എന്നതാണ് ഉത്തരം. ബി ആണ് ഉത്തരം. 51. വന്നിതന്മാരെ കാണുന്ന നേരത്ത് ഡേഷ് അത്രേ പറയുന്നിതു ചിലർ. വന്നിതന്മാരെ കാണുന്ന നേരത്തു ഡേഷ് അത്രേ പറയുന്നിതു ചിലർ. ഇവിടെ ഈ വിട്ട ഭാഗത്താണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്.
വന്നിച്ചു എന്ന പദത്തിന് വിപരീതമായ അർത്ഥത്തിൽ വരുന്ന പദം കൊണ്ട് പൂരിപ്പിക്കുക. അപ്പൊ ഇവിടെ പൂരിപ്പിക്കേണ്ടത് ഏത് വാക്കുകൊണ്ടാണ്? വന്നിച്ചു എന്ന പദത്തിന്റെ വിപരീത അർത്ഥമുള്ള പദം, അതാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. അപ്പൊ ഈ 4 ABCD എന്നതിൽ ഏതാണ് വന്നിച്ചു എന്നതിന്റെ നേർ വിപരീത അർത്ഥമുള്ളത്? അതാണ് ചോദ്യം. സന്തോഷിച്ച്, നിന്ദിച്ച്, ക്രന്ദിച്ച്, ആനന്ദിച്ച്. ആൻസർ അതാണ്, വളരെ വ്യക്തമാണ്. വന്നിച്ച്, അതിനെതിരാണ് നിന്ദിച്ച്. അപ്പൊ ഇവിടെ നിന്ദിച്ച് എന്നാണ് ചേർക്കേണ്ടത്. ബി ആണ് ശരിയായ ഉത്തരം. 52. ആലിൻകായ് പഴുത്തപ്പോൾ കാക്കക്ക് വായിൽ പുണ്ണ് എന്ന ചൊല്ല് അർത്ഥമാക്കുന്നത്. ആലിൻകായ് പഴുത്തപ്പോൾ കാക്കക്ക് വായിൽ പുണ്ണ് എന്ന ചൊല്ല് അർത്ഥമാക്കുന്നത് എ. അവസരത്തിനൊത്ത് ഉയരാൻ കഴിഞ്ഞു. ബി. അവസരം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. സി. അവസരം ആരെയും കാത്തു നിൽക്കും. സി. ഡി. അവസരത്തിൽ കാര്യമൊന്നുമില്ല. ആൻസർ ബി ആണ്. അവസരം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. 53. ആ നല്ല കറുത്ത വാഹനം പൊടുന്നനെ ബ്രേക്കിട്ടു നിന്നു. ഈ വാക്യത്തിൽ വിശേഷണമായി വരുന്ന പദം ഏതാണ്? ആ നല്ല കറുത്ത വാഹനം പൊടുന്നനെ ബ്രേക്കിട്ടു നിന്നു. ഈ വാക്യത്തിൽ വിശേഷണമായി വരുന്ന പദം ഏതാണ്? എ. നിന്നു. ബി. കറുത്ത. സി. നല്ല. ഡി. വാഹനം. ആൻസർ സി ആണ്, നല്ല. 54. താഴെ തന്നിരിക്കുന്നതിൽ ചുട്ടെഴുത്ത് എന്ന വിഭാഗത്തിൽ പെടാത്ത അക്ഷരം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ചുട്ടെഴുത്ത് എന്ന വിഭാഗത്തിൽ പെടാത്ത അക്ഷരം ഏതാണ്? എ. അ. ബി. ഇ. സി. എ. ഡി. ഒ. ആൻസർ ഡി ആണ്, ഒ. ചുട്ടെഴുത്ത് എന്ന വിഭാഗത്തിൽ പെടാത്ത അക്ഷരം ഈ കൂട്ടത്തിൽ ഒ ആണ് ഉള്ളത്. 55. പതിവിനെ സൂചിപ്പിക്കുന്ന വാക്യം തിരഞ്ഞെടുക്കുക. പതിവിനെ സൂചിപ്പിക്കുന്ന വാക്യം തിരഞ്ഞെടുക്കുക. എ. ദിവസവും രാവിലെ ചന്തയിൽ പോയി വരുന്നു. ബി. ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിയാണ് വരുന്നത്. സി. കുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. ഡി. വല്ലപ്പോഴും മാത്രമേ മഴ പെയ്യുന്നുള്ളൂ. ആൻസർ ഇതിൽ പതിവിനെ സൂചിപ്പിക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? എ ആണ്. ദിവസവും രാവിലെ ചന്തയിൽ പോയി വരുന്നു. 56. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഈ ആശയം വരുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തുക. എ. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും. ബി. ഉരുള കുതകും വണ്ണം വാ പൊളിക്കുക. സി. പല്ലും ചൊല്ലും മെല്ലെ മെല്ലെ. ഡി. മതിൽ കെട്ടും മുമ്പേ വാതിൽ വെക്കുക. ആൻസർ എ ആണ്. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും. എ ആണ് ഉത്തരം. 57. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റില്ലാത്ത പദം കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റില്ലാത്ത പദം കണ്ടെത്തുക. തെറ്റില്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. എ. അജഗജാന്തര വ്യത്യാസം. ബി. വിമ്മിഷ്ടപ്പെടുക. സി. ആജാനബാഹു. ഡി. അടിയന്തരം. ഇതിൽ തെറ്റില്ലാത്തത് ഏതാണ്? ഡി ആണ്, അടിയന്തരം. 58. ശരിയായ പ്രയോഗം ഏതാണ്? ശരിയായ പ്രയോഗം ഏതാണ്? എ. ഐക്യമത്യം. ബി. ഏകമത്യം. സി. ഐകമത്യം. ഡി. ഐകമാത്യം. ഇതിൽ ശരിയായ പ്രയോഗം ഏതാണ്? ആൻസർ സി ആണ്, ഐകമത്യം. 59. പരിശോധിച്ചാലേ ഗുണമറിയാൻ കഴിയൂ എന്ന് അർത്ഥം വരുന്ന പ്രയോഗം ഏത്? പരിശോധിച്ചാലേ ഗുണമറിയാൻ കഴിയൂ എന്ന് അർത്ഥം വരുന്ന പ്രയോഗം ഏത്? എ. നനക്കുന്നവനും നനയും. ബി. ഉരച്ചു നോക്കിയേ മാറ്ററിയൂ.
സി ഇണങ്ങിയാൽ പിണങ്ങരുത്. ഡി ആടറിയുമോ അങ്ങാടി വാണിഭം. ആൻസർ ബി ആണ്. ഉരച്ചു നോക്കിയേ മാറ്ററിയൂ, അഥവാ പരിശോധിച്ചാലേ ഗുണമറിയാൻ കഴിയൂ എന്ന അർത്ഥത്തിലുള്ള പ്രയോഗമാണ് ഉരച്ചു നോക്കിയേ മാറ്ററിയൂ എന്നത്. 60. പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരെന്ത്? എ ലോപസന്ധി, ബി ആഗമസന്ധി, സി ആദേശസന്ധി, ഡി ദിത്വസന്ധി. ആൻസർ ഡി ആണ്, ദിത്വസന്ധി. അപ്പൊ ദിത്വസന്ധി എന്ന് പറഞ്ഞാൽ പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരാണ്. 61. അടിവരയിട്ടവയിൽ ശരിയായ പദം ഏതാണ്? അടിവരയിട്ടവയിൽ ശരിയായ പദം ഏതാണ്? എ മാനസികമായ പ്രശ്നങ്ങളെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. ഇവിടെ മാനസികമായ എന്നതിൽ അടിവരയിട്ടിരിക്കുന്നു. ബി രാഷ്ട്രീയപരമായ കാരണമൊന്നുമായിരുന്നില്ല രാജിയിൽ കലാശിച്ചത്. അപ്പൊ രാഷ്ട്രീയപരമായ എന്നതിന്റെ അടിയിലാണ് വരച്ചിരിക്കുന്നത്. സി അയാളുടെ വാക്കുകളിൽ പശ്ചാത്താപം നിറഞ്ഞിരുന്നു. പശ്ചാത്താപം എന്നതിന്റെ അടിയിൽ വരച്ചു. ഡി പ്രായച്ചിത്തം ചെയ്യാൻ ആ മനുഷ്യൻ വിസമ്മതിച്ചു. പ്രായച്ചിത്തം എന്നതിന്റെ അടിയിൽ വരച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ 4 അടിയിൽ വരച്ചിരിക്കുന്നല്ലോ. ഇതിൽ ഏതാണ് ശരിയായ പദം എന്നാണ് ചോദ്യം. മാനസികമായ, രാഷ്ട്രീയപരമായ, പശ്ചാത്താപം, പ്രായച്ചിത്തം, ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ആൻസർ സി ആണ്, പശ്ചാത്താപം. ഇത് മാത്രമാണ് ഈ കൂട്ടത്തിൽ അടിവരയിട്ടവയിൽ ശരിയായിട്ടുള്ളത്. 62. കരതാര്, കരമാകുന്ന താര്. സമാനമായി വിഗ്രഹിക്കാവുന്ന പദം കണ്ടെത്തുക. ഇവിടെ കരതാര് എന്ന വാക്കിനെ വിഗ്രഹിച്ചിരിക്കുകയാണ്, കരമാകുന്ന താര്. അപ്പോൾ ഇതിന് സമാനമായി വിഗ്രഹിക്കാവുന്ന പദം കണ്ടെത്തുക. എ കൈകാലുകൾ, ബി കൊടും വെയിൽ, സി മോഹപ്പൂവ്, ഡി പൂന്തേൻ. ആൻസർ സി ആണ്, മോഹപ്പൂവ്. 63. തന്നിരിക്കുന്നതിൽ തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. തെറ്റില്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. എ സന്താന സൗഭാഗ്യമില്ലാതെ ദുഃഖിച്ചിരുന്ന ചെമ്പിയൻ എന്ന ചോള രാജാവിന്റെ 2 ഇരട്ട സന്താനങ്ങളായി ലക്ഷ്മിയും സഹോദരനും പുനർജന്മമെടുത്തു. ഇവിടെ 2 ഇരട്ട എന്ന് പറയേണ്ടതില്ലല്ലോ. ബി സന്താന സൗഭാഗ്യമില്ലാതെ ദുഃഖിച്ചിരുന്ന ചെമ്പിയൻ എന്ന ചോള രാജാവിന്റെ ഇരട്ട സന്താനങ്ങളായി ലക്ഷ്മിയും സഹോദരനും വീണ്ടും പുനർജന്മമെടുത്തു. വീണ്ടും പുനർ അങ്ങനെ പറയേണ്ട കാര്യമില്ല. സി സന്താന സൗഭാഗ്യമില്ലാതെ ദുഃഖിച്ചിരുന്ന ചെമ്പിയൻ എന്ന ചോള രാജാവിന് ഇരട്ട സന്താനങ്ങളായി ലക്ഷ്മിയും സഹോദരനും പുനർജന്മമെടുത്തു. അതിൽ തെറ്റുകളൊന്നും കാണുന്നില്ല. ഡി സന്താന സൗഭാഗ്യമില്ലാതെയും ദുഃഖിച്ചിരുന്നതുമായ ചെമ്പിയൻ എന്ന ചോള രാജാവിന്റെ 2 ഇരട്ട സന്താനങ്ങളായി ലക്ഷ്മിയും സഹോദരനും പുനർജന്മമെടുത്തു. ആ തെറ്റ് ഇവിടെയും വന്നു, 2 ഇരട്ട എന്ന് വന്നു. പിന്നെ ഇവിടെയും ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം സി എന്നതാണ്. സന്താന സൗഭാഗ്യമില്ലാതെ ദുഃഖിച്ചിരുന്ന ചെമ്പിയൻ എന്ന ചോള രാജാവിന് ഇരട്ട സന്താനങ്ങളായി ലക്ഷ്മിയും സഹോദരനും പുനർജന്മമെടുത്തു. സി ആണ് ഉത്തരം. 64. ദാരിദ്ര്യത്തിലുമുള്ള ആഡംബര ഭ്രമത്തിനെ കളിയാക്കുന്ന വരികൾ ഏവ? ദാരിദ്ര്യത്തിലുമുള്ള ആഡംബര ഭ്രമത്തിനെ കളിയാക്കുന്ന വരികൾ ഏവ? എ മരമെത്ര വളർന്നാലും വേരറ്റാൽ വീണുപോയിടും. ബി പിടിക്കും ദീനമെന്നോർത്ത് കിടക്കാറില്ലാരുമേ. സി അരിമണിയൊന്നു കൊറിക്കാനില്ല തരിവളയിട്ടു കിലുക്കാൻ മോഹം. ഡി ചൂട്ടുകത്തിച്ചു കാട്ടിയിടിൽ കടൽ വെള്ളം തിളക്കുമോ. ആൻസർ സി ആണ്. ദാരിദ്ര്യത്തിലുമുള്ള ആഡംബര ഭ്രമത്തെ കളിയാക്കുന്ന വരികളാണ് അരിമണിയൊന്നു കൊറിക്കാനില്ല
തരിവളയിട്ടു കിലുക്കാൻ മോഹം. 65. തന്നിരിക്കുന്നവയിൽ നിന്ന് വിനയം സൂചിതമാകുന്ന വാക്യം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ നിന്ന് വിനയം സൂചിതമാകുന്ന വാക്യം തിരഞ്ഞെടുക്കുക. എ. അവാർഡ് സമർപ്പിച്ചു കൊള്ളുന്നു. ബി. നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു. സി. നിറയെ വെള്ളം കൊള്ളുന്നു. ഡി. കൊള്ളുന്ന വാക്കുകൾ പറഞ്ഞു. ഇതിൽ വിനയം സൂചിപ്പിക്കുന്നത് ഏതാണ്? എ ആണ്. അവാർഡ് സമർപ്പിച്ചു കൊള്ളുന്നു. തന്നിരിക്കുന്ന കവിതാഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 66 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾക്കാണ് ഈ കവിത വായിച്ച് ഉത്തരം എഴുതേണ്ടത്. ഈ കവിത നമുക്കൊന്ന് പാടി നോക്കാം. അവിടെ ചെന്നിട്ടെന്തോ പറഞ്ഞു പതിവു പോൽ, മുന്നിലെ കണ്ണും കാതും നോക്കിയും നോക്കാതെയും. പത്രവായന വേണം മറ്റു വായനകളും, കൃത്യത വേണം നിഷ്ഠ നിർബന്ധമായും വേണം. തോൽവികൾ വിജയത്തിൻ കൽപ്പടവാണെന്നോർത്ത് ശക്തമായി മുന്നേറണം ലക്ഷ്യത്തിലെത്തും വരെ. പാടില്ല അലസത ഉണർന്നേയിരിക്കണം, അങ്ങനെ പല വക പറഞ്ഞേ മുന്നേറുമ്പോൾ. എന്തിന് എന്നങ്ങനെ പിന്നിലെ ബെഞ്ചിൽ നിന്നും മെല്ലിച്ചു കറുത്തൊരു സംശയം പതുങ്ങുന്നു. കൂടെയുണ്ടടക്കിയ ചിരികൾ കുശുപ്പുകൾ കേട്ടില്ല എന്നേ നിന്നു പിന്നെയും ഗീർവാണിച്ചു. എങ്കിലും ഇടക്കിടെ പൊന്നുന്നുണ്ടുള്ളിൽ നിന്നും എന്തിന് എന്നുള്ളൊരു മുള്ളിന്റെ പൊള്ളും മുന. 66-ാമത്തെ ചോദ്യം. കവിതയുടെ വരികൾ കൊടുത്തിരിക്കുകയാണ്. എങ്കിലും ഇടക്കിടെ പൊന്തുന്നുണ്ടുള്ളിൽ നിന്നും എന്തിന് എന്നുള്ളൊരു മുള്ളിന്റെ പൊള്ളും മുന. ഈ വരികളിൽ തെളിയുന്ന ആശയം എന്താണ്? ഈ വരികളിൽ തെളിയുന്ന ആശയം എന്ത്? എ. ചോദ്യം കവിയെ അലട്ടുന്നു. ബി. ചോദ്യം മനോഹരമായിരുന്നു. സി. ചോദ്യം അപ്രസക്തമായിരുന്നു. ഡി. ചോദ്യം കവിയെ ബാധിക്കുന്നില്ല. ഉത്തരം എ ആണ്. ചോദ്യം കവിയെ അലട്ടുന്നു. 67. കവിയുടെ ഉപദേശങ്ങളെ നിർവീര്യമാക്കിയത് എന്തായിരുന്നു? കവിയുടെ ഉപദേശങ്ങളെ നിർവീര്യമാക്കിയത് എന്തായിരുന്നു? എ. കുശുപ്പുകൾ. ബി. അടക്കിയ ചിരികൾ. സി. കയ്യടി. ഡി. എന്തിന് എന്ന ചോദ്യം. ആൻസർ ഡി ആണ്. എന്തിന് എന്ന ചോദ്യം. എന്തിന് എന്ന ചോദ്യമാണ് കവിയുടെ ഉപദേശങ്ങളെ നിർവീര്യമാക്കിയത്. 68. കേട്ടില്ല എന്നേ നിന്നു പിന്നെയും ഗീർവാണിച്ചു. ഈ ഗീർവാണിച്ചു എന്നതിന്റെ അടിയിൽ വരച്ചിരിക്കുന്നു. അടിവരയിട്ട വാക്ക് നൽകുന്ന അർത്ഥവിവക്ഷ എന്താണ്? ഈ അടിവരയിട്ടത് ഏതിന്റെ അടിയിലാണ്? ഗീർവാണിച്ചു എന്നതിന്റെ അടിയിലാണ്. ആ അടിവരയിട്ട വാക്ക് നൽകുന്ന അർത്ഥവിവക്ഷ എന്താണ്? എ. പറച്ചിൽ നിരർത്ഥകമാണ്. ബി. പറച്ചിൽ സാർത്ഥകമാണ്. സി. പറച്ചിൽ സ്വീകരിക്കപ്പെടുന്നു. ഡി. പറയാൻ പ്രേരണ നൽകുന്നു. ആൻസർ എ ആണ്. പറച്ചിൽ നിരർത്ഥകമാണ്. 69. കവിതയിലെ സൂചനകൾ പ്രകാരം ഈ സംഭവം നടക്കുന്ന സന്ദർഭം ഏതാണ്? കവിതയിലെ സൂചനകൾ പ്രകാരം ഈ സംഭവം നടക്കുന്ന സന്ദർഭം ഏതാണ്? എ. ഒരു പൊതുവേദിയിലെ സംഭാഷണമാണ്. ബി. വിദ്യാർത്ഥികളുമായുള്ള സംവാദമാണ്. സി. ഒരു കവി സമ്മേളനമാണ്. ഡി. സ്വകാര്യ വർത്തമാനമാണ്. ആൻസർ ഡി ബി ആണ്. വിദ്യാർത്ഥികളുമായുള്ള സംവാദമാണ്. വിദ്യാർത്ഥികളുമായുള്ള സംവാദമാണ് എന്ന ബി എന്ന ഓപ്ഷനാണ് ശരി. 70. മെല്ലിച്ചു കറുത്തൊരു സംശയം പതുങ്ങുന്നു. ഈ വരിക്ക് യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക.
മെല്ലിച്ചു കറുത്തൊരു സംശയം പതുങ്ങുന്നു. ഇങ്ങനെ ഒരു വരി ഉണ്ടല്ലോ ആ കവിതയിൽ. ഈ വരിക്ക് യോജിക്കാത്ത പ്രസ്താവന താഴെ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. എ, ആളിന്റെ രൂപത്തെ സൂചിപ്പിക്കുന്നു. ബി, ആളിന്റെ നിറത്തെ കുറിക്കുന്നു. സി, ആത്മവിശ്വാസ കുറവിനെ കാണിക്കുന്നു. ഡി, രോഷത്തെ വെളിവാക്കുന്നു. ഏതാണ് ഉത്തരം? ഉത്തരം ഡി ആണ്. രോഷത്തെ വെളിവാക്കുന്നു. ആളിന്റെ രൂപത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് എ അല്ലേ? രൂപം എങ്ങനെയാണ്? മെല്ലിച്ച്. ശരിയാണ്. ആളിന്റെ നിറത്തെ കുറിക്കുന്നു എന്ന് പറഞ്ഞാൽ കറുത്ത്. ആത്മവിശ്വാസത്തെ കുറവിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പതുങ്ങുന്നു. ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ പതുങ്ങി പറയുന്നത്. യെസ്, രോഷത്തെ വെളിവാക്കുന്നു എന്നത് ഈ വരിക്ക് യോജിക്കാത്ത പ്രസ്താവനയാണ്. അപ്പൊ ഡി ആണ് ഉത്തരം.